നമസ്തേ. വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം വാഗീശാദ്യാത് സുമനസഃ സർവാർത്ഥനാം വക്രമേ യന്നത്വാ കൃതകൃത്യാസ്യുസ്തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാന ഹസ്തേനൈകേന പദ്മം സിതമവിച ശുഗം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി ചതുർദശ സർഗ 14 സർഗമാണ്. കൈകേയി മഹാരാജാവിനോട് വരമാവശ്യപ്പെട്ട് വിജയിച്ചിരിക്കുന്നു. നേരം വെളുത്തിരിക്കുന്നു. വസിഷ്ഠ മുനിയും എല്ലാം വന്നിരിക്കുന്നു സംഭാരങ്ങളുമായിട്ട്. ചതുർദശ സർഗ 14 സർഗം. കൈകേയിയുടെ വിജയം. പുത്രശോകാദ്ധിതം പാപാ വിസജ്ഞം പതിതം ഭുവി വിവേഷ്ടമാനമുദ്വീക്ഷ്യ സൈക്ഷ്വാഗമിതമബ്രവീത്. പാപം കൃത്വേവ കിമിദം മമ സംസൃത്യ സംസ്രവം ശേഷേ ക്ഷിതിതലേ സന്നസ്ഥിത്യം സ്ഥാതും ത്വമർഹസി. ആഹു സത്യം ഹി പരമം ധർമ്മം ധർമ്മവിദോ ജനാ സത്യമാശ്രിത്യ ഹി മയാ ത്വം ച ധർമ്മേ പ്രചോദിത. സംസൃത്യ ശൈവ്യ ശ്വേനായ സ്വാം തനും ജഗതീപതി പ്രദായ പക്ഷിണേ രാജാ ജഗാമഗതിമുത്തമാം. തഥാ ഹ്യലർക്കസ്തേജസ്വീ ബ്രാഹ്മണേ വേദപാരകേ യാജ്യമാന സ്വകേ നേത്രേ ഉദ്ധൃത്യ വിമനാദതൗ. സരിതാം തുപതി സ്വൽപാം മര്യാദാം സത്യമന്വിത സത്യാനുരോധാത് സമയേ വേലാം സ്വാംനാദിവർത്തതേ. സത്യമേകപദം ബ്രഹ്മ സത്യേ ധർമ്മപ്രതിഷ്ഠിത സത്യമേവാക്ഷയാ വേദ സത്യേനാവാപ്യതേ പരം. സത്യം സമനുവർത്തസ്വ യദി ധർമ്മേ ധൃതാ മതി സവരസഫലോ മേ അസ്തു വരദോ ഹ്യസി സപ്തമാ. ആപത്ത് വെളിയിപ്പാൻ തന്നെ നിശ്ചയിച്ചിരിക്കുന്നവൾ ദീർഘമായി ആലോചിച്ച് പുത്രശോകാകുലനെ ബോധമില്ലാത്തവനായി നിലത്ത് ഉരുണ്ടുകൊണ്ട് കിടന്നിരുന്നവനായി ഇക്ഷ്വാകു വംശജനായ രാജാവിനോടായി പ്രകാരം പറഞ്ഞു. എനിക്ക് വാഗ്ദത്തത്തെ പ്രതിജ്ഞ ചെയ്ത ശേഷം അല്പസംഗതിയെ വലുതായി നനച്ചുകൊണ്ട് തന്നെ നിലത്ത് അവിടുന്ന് ശയിക്കുന്നു. ഇതെന്തൊരു ന്യായമാണ്? അവിടുന്ന് ധർമ്മത്തിൽ നിലകൊള്ളുന്നതിന് മനസ്സ് വയ്ക്കണം. ധർമ്മനിപുണന്മാരായ ജനങ്ങൾ പറഞ്ഞ വാക്കിളക്കാതിരിക്കുക എന്ന ഒന്നിനെ തന്നെ അത്യുത്കൃഷ്ടമായ ധർമ്മമെന്ന് പറയുന്നു. ഇന്ദിരവടി വാഗ്ദത്തം ചെയ്തതിനെ ലഭിക്കുന്നതിനായി തന്നെയാണ് എന്നാലും ധർമ്മവിരോധമില്ലാതെ അപേക്ഷിക്കപ്പെടുന്നത്. ലോകരക്ഷകനായ ശൈവ്യ മഹാരാജാവ് വെറും പക്ഷിയായ പരുന്തിനായി കണ്ട വാഗ്ദത്തം ചെയ്തിട്ട് തൻ്റെ ദേഹത്തെ കൊടുത്ത ഉത്തമഗതിയെ പ്രാപിച്ചു. അപ്രകാരം തന്നെ മഹാതേജസ്വിയായ അലർക്കൻ എന്ന രാജർഷി വേദപാരകനായ ഒരു ബ്രാഹ്മണനായിക്കൊണ്ട് പ്രാർത്ഥന ചെയ്യപ്പെട്ട് വാഗ്ദത്തം ചെയ്തവനായി സന്തോഷത്തോടു കൂടിയവനായി തന്നെ തൻ്റെ സ്വന്തം 2 നേത്രങ്ങളെയും ചൂന്നെടുത്ത് ദാനം ചെയ്തു. സമുദ്രം വാഗ്ദത്തത്തെ നിറവേറ്റുന്നതായി പറഞ്ഞ വാക്ക് മാറ്റരുതെന്നുള്ള ധർമ്മവിധി പ്രകാരം വാവിൻ ദിവസങ്ങളാകുന്ന സമയത്തിലും കൂടി അതിൻ്റെ അതിരായ സ്വല്പമായ കരയെ ലംഘിക്കുന്നില്ല. സത്യമെന്നുള്ളത് ഏകാക്ഷരമായ ഓങ്കാരമാകുന്നു. സത്യം ഒന്നിൽ തന്നെയാണ് ചതുർവിധ പുരുഷാർത്ഥദായകമായ ധർമ്മം നിലനിൽക്കുന്നത്. സത്യം തന്നെയാകുന്നു ഒരു കാലത്ത് നശിക്കാത്ത വേദങ്ങൾ. സത്യം ഒന്നുകൊണ്ട് തന്നെയാണ് മോക്ഷം സിദ്ധിക്കുന്നത്. ഹേ ധർമ്മോത്തമ, വാഗ്ദത്തം ചെയ്തു പോയതിനെ തരേണ്ടവനാകുന്നു നിന്തിരുവടി. ധർമ്മത്തിൽ മനസ്സ് നിലനിൽക്കുന്നുവെങ്കിൽ എന്നു വരികിൽ സത്യത്തെ തെറ്റിക്കാതെ അനുഷ്ഠിച്ചാലും ആ വാഗ്ദത്തം എനിക്ക് ഫലത്തെ നൽകുന്നതായി തന്നെ ഭവിക്കട്ടെ. സ്വധർമ്മസ്യാഭികാമാർത്ഥം മമ ചൈവാഭിചോദനാത് പ്രവ്രാജയ സുതം രാമം ത്രിഖലു ത്വാം ബ്രവീമ്യഹം. സമയം ച മമാര്യേമം യദി ത്വം ന കരിഷ്യസി
അഗ്രതസ്തേ പരിത്യക്ത പരിത്യക്ഷ്യാമി ജീവിതം. ഏവം പ്രചോദിതോ രാജാ കൈകേയ്യാ നിർവിസംഗയാ നാശകത്പാശമുന്മോക്തും ബലിരിന്ദ്രകൃതം യഥാ. ഉത്ഭ്രാന്തഹൃദയശ്ചാപി വിവർണവദനോഭവത് സധുര്യോ വൈ പരിസ്പന്ദൻയുഗചക്രാന്തരം യഥാ. വിഹ്വലാഭ്യാം ച നേത്രാഭ്യാമവശ്യന്നിവ ഭൂമിവ കൃച്ഛ്രാദ്ധൈര്യേണ സംസ്തഭ്യ കൈകേയീമിതമബ്രവീത്. യസ്തേ മന്ത്രകൃതപാണിരത്നൗ പാപേ മയാ ധൃത തം ത്യജാമി സ്വയം ചൈവ തവ പുത്രം സഹ ത്വയാ. പ്രയാതാരജനീ ദേവി സൂര്യസോദയനം പ്രതി അഭിഷേകം ഗുരുജനസ്ത്വരയിഷ്യതി മാം ധ്രുവം. രാമാഭിഷേകസംഭാരൈസ്തദർത്ഥമുപകൽപ്പിതൈः രാമകാരയിതവ്യോ മേ മൃതസ്യ സലിലക്രിയാം. സ്വധർമ്മത്തിന് അചഞ്ചലമായ ആസക്തി ഉണ്ടെന്നതുകൊണ്ടും എനിക്ക് ശരിയായ ആഗ്രഹമെന്നിരിക്കൊണ്ടും പുത്രനായ രാമനെ വനത്തിലേക്ക് പറഞ്ഞയച്ചാലും ഞാൻ നിന്തിരുവടിയോട് 3 വട്ടം തീർച്ചയായും ആവശ്യപ്പെടുന്നു. പൂജ്യനായുള്ളവയെ എൻ്റെ ഈ ആവശ്യത്തെ നിന്തിരുവടി നിറവേറ്റുകയില്ലെന്ന് വരികിൽ നിന്തിരുവടിയുടെ തിരുമുമ്പാകെ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവളായ ഞാൻ ജീവനെ ത്യജിച്ചു കളയും. കൈകേയ്യാൽ മാനമെന്നുള്ളതിനെ തീരെ ഉപേക്ഷിച്ചവളായി മേൽപ്രകാരം നിർബന്ധിക്കപ്പെട്ടവനായ മഹാരാജാവ് വാമനാവതാര കാലത്തിൽ ഉപേന്ദ്രനാൽ ഏർപ്പെട്ടതായ ധർമ്മസങ്കടത്തിൽ മഹാബലി ചക്രവർത്തി എപ്രകാരമോ അപ്രകാരം പറഞ്ഞ പോലെ ചെയ്യാതെ നിരാകരിപ്പാൻ ശക്തനായില്ല. അദ്ദേഹവും ഒരു കന്ന് നുകത്തിനും വണ്ടിക്കാരൻ്റെ ചാട്ടമുള്ളിനും അഥവാ ചക്രത്തിനും നുകത്തിനും ഇടയിൽ തുടിക്കുന്നത് എപ്രകാരമോ അപ്രകാരം മുഖം പിളർത്തവനായി കലങ്ങിയ ചിത്തത്തോടു കൂടിയവനായി ദുഃഖിച്ചു. അസഹ്യമായ വ്യാകുലത മൂലം ധാരധാരയായി കണ്ണീർ വാർത്തുകൊണ്ടിരുന്ന 2 കണ്ണുകൾ കൊണ്ടും മിഴിച്ചു നോക്കാൻ സാധിക്കാതിരുന്നവനായ മഹാരാജാവ് ധൈര്യം അവലംബിച്ച് ഒരുവിധം മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ട് കൈകേയിയോടായി ഇപ്രകാരം അരുളി ചെയ്തു. ദുഷ്ടേ, അഗ്നിസാക്ഷിയായി മന്ത്രപുരസ്സരം യാതൊരു നിന്റെ കരം എന്നാൽ ഗ്രഹിക്കപ്പെട്ടുവോ അതിനെയും നിങ്ങൾ എനിക്ക് ജനിച്ചവനായ പുത്രനെയും നിന്നോടുകൂടി ഞാൻ ഉപേക്ഷിക്കുന്നു. ദേവി, രാത്രി അവസാനിച്ചു കഴിഞ്ഞു. സൂര്യൻ്റെ ഉദയകാലമായി. കുലഗുരു തീർച്ചയാക്കപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിനായി എന്നെ ജാഗ്രതപ്പെടുത്തും. ശ്രീരാമാഭിഷേകത്തിന് ഒരുക്കിയ സാധനങ്ങളെ കൊണ്ട് മൃതനായ എനിക്ക് ശ്രീരാമൻ അതിനു പകരം ഇപ്പോൾ ചെയ്യേണ്ടതായ കൃത്യങ്ങൾക്ക് വിനിയോഗപ്പെടുത്തിയവയായി ഉദകക്രിയ ചെയ്യിക്കപ്പെടേണ്ടതാണ്. സപുത്രയാ ത്വയാ നൈവ കർത്തവ്യാ സലിലക്രിയാ വ്യാഹന്താസശുഭാചാരേ യതി രാമാഭിഷേചനം ന ശക്തോദ്യാസ്മഹം ദൃഷ്ടും ദൃഷ്ട്വാ പൂർവം തഥാ സുഖം ഹതഹർഷം നിരാനന്ദം പുനർജനമവാങ്മുഖം. താം തഥാ ബ്രുവതസ്തസ്യ ഭൂമിപസ്യ മഹാത്മന പ്രഭാതാ ശർവരീ പുണ്യാ ചന്ദ്രനക്ഷത്രശാലിനീ. തത പാപസമാചാരാ കൈകേയീ പാർത്ഥിവ പുനഃ വാചപരുഷം വാക്യം വാക്യജ്ഞാരോഷമൂർച്ഛിതാ. കിമിദം ഭാഷസേ രാജൻ വാക്യമംഗരുജോപമം ആനായയിതുമക്ലിഷ്ടം പുത്രം രാമമിഹാർഹസി. സ്ഥാപ്യ രാജ്യേ മമ സുതം കൃത്വാ രാമം വനേചരം നിസഭഗ്നാം ച മാം കൃത്വാ കൃതകൃത്യോ ഭവിഷ്യസി. സനുന്ന ഇവ തീഷ്ണേന പ്രതോദേന ഹയോത്തമ രാജാ പ്രചോദിതോ ഭീഷ്ണം. കൈകേയീമൃതമബ്രവീത് ധർമ്മബന്ധേന ബദ്ധോസ്മി നഷ്ടാ ച മമ ചേതനാ ജ്യേഷ്ഠം പുത്രം പ്രിയം രാമം ദൃഷ്ടുമിച്ഛാമി ധാർമ്മികം. ദുഷ്ടചരിത്രി, രാമൻ്റെ അഭിഷേകത്തെ മുടക്കിയവൾ ആകുന്നു നീ എന്ന കാരണത്താൽ നിന്റെ മകനോട് കൂടെ നിന്നാൽ പ്രേതകൃത്യ ഒന്നും അനുഷ്ഠിപ്പാൻ പാടുള്ളതല്ല. ഇതുവരേക്കും ജനത്തെ അപ്രകാരം സന്തോഷത്തോടു കൂടിയതായി കണ്ടതിൽ പിന്നെ നേരെ മറിച്ച് ഇപ്പോൾ നിരാശരായി ഉത്സാഹരഹിതമായി മുഖം വാടിയതായി കാണാൻ ഞാൻ ശക്തനല്ല. അപ്രകാരമെല്ലാം അവളോട് വിറ ചെയ്തുകൊണ്ടിരുന്ന ആ മഹാത്മാവായ മഹാരാജാവിന് ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിച്ചിരുന്ന ആ രാത്രി കഴിഞ്ഞ് നല്ല കാലത്തിന് പുലർന്നു. അതിൽ പിന്നെ പാപകർമ്മത്തിൽ മനസ്സുറപ്പിച്ചവളും നല്ല വാക് സാമർഥ്യമുള്ളവളും ആയ കൈകേയി കോപാക്രാന്തയായി മഹാരാജാവിനെ നോക്കി മുമ്പിലേതിലും അധികം കഠിനമായ വാക്യത്തെ ഇപ്രകാരം പറഞ്ഞു.
മഹാരാജാവേ, ഇതെന്താണ് അദ്ദേഹത്തെ പിളർക്കുന്ന മാതിരിയുള്ള മറുപടി അവിടുന്ന് അരുളി ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തൊന്നിനും ക്ലേശമില്ലാത്തവനായ പുത്രൻ ശ്രീരാമനെ ഇവിടെ വരുത്തുവാൻ തിരുവുള്ളമുണ്ടാകേണ്ടതാണ്. ശ്രീരാമനെ വനവാസിയാക്കിയ ശേഷം പിന്നെ എൻ്റെ പുത്രനെ രാജ്യത്തിൽ അഭിഷേകം ചെയ്ത് എനിക്കെതിരായി ആരും തന്നെ ഇല്ലാത്ത പ്രകാരമാക്കി ചെയ്ത് ധർമ്മമാർഗത്തിൽ നിന്ന് ചലിക്കാതെ തന്നെ എല്ലായ്പ്പോഴും നടന്നവനായി നിന്തിരുവടി വിളങ്ങുമാറാകും. ആ രാജാവ് വേദനയുണ്ടാക്കുന്നതായ ചാട്ട കൊണ്ട് ദയയില്ലാതെ അടിക്കപ്പെട്ടതും കൂടെ കൂടെ ആട്ടപ്പെട്ടതും ആയ ശ്രേഷ്ഠമായ കുതിര എന്ന പോലെയുള്ളവനായി കൈകേയിയെ നോക്കി ഇപ്രകാരം അരുളി ചെയ്തു: ധർമ്മപാശത്താൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവനോടിരിക്കുക എന്ന സ്ഥിതി ഇതോടുകൂടി അവസാനിച്ചു. ആയതുകൊണ്ട് ഉത്തമനും ധർമ്മിഷ്ഠനും പ്രിയപുത്രനുമായ ശ്രീരാമനെ നേരിൽ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തത പ്രഭാതാം രജനീമുദിതേ ച ദിവാകരേ പുണ്യേ നക്ഷത്രയോഗേ ച മുഹൂർത്തേ ച സമാഗതേ വസിഷ്ഠോ ഗുണസമ്പന്നഃ ശിഷ്യൈ പരിസമാവൃത ഉപസംഗ്രഹ്യ സംഭാരാൻ പ്രവിവേശ പുരോത്തമം സിക്തസമ്മാർജിതപഥാം പതാകോത്തമഭൂഷിതാം വിചിത്രകുസുമാകീർണാം നാനാസ്രഗ്വിഭൂഷിതാം സംഹൃഷ്ടമനുജോപേതാം സമൃദ്ധവിപണാപണാം മഹോത്സവസമാകീർണാം രാഘവാർത്ഥേ സമുത്സുകാം ചന്ദനാഗരുധൂപൈശ്ച സർവതഃ പരിധൂപിതാം താം പുരീം സമതിക്രമ്യ പുരന്ദരപുരോപമാം ദദർശാന്തപുരം ശ്രേഷ്ഠം നാനാദ്വിജഗണായുധം പൗരജാനപദാകീർണം ബ്രാഹ്മണൈരുപശോഭിതം യജ്ഞവിദ്ഭി സുസമ്പൂർണം സദസൈ പരമദ്വിജൈ തദന്തഃപുരമാസാദ്യ വ്യതിചക്രാമതം ജനം വസിഷ്ഠ പരമപ്രീത പരമർഷിവിവേശ സ ത്വപശ്യ ദുനിഷ്ക്രാന്തം സുമന്ത്രം നാമസാരഥിം ദ്വാരേ മനുജസിംഹസ്യ സജീവം പ്രിയദർശനം. ആ സമയം രാത്രി കഴിഞ്ഞ് പുലർച്ചെയായപ്പോൾ സൂര്യഭഗവാനും ഉദയമാകുമ്പോൾ ശുഭനക്ഷത്രത്തോടു കൂടിയ ശുഭമായ ലഗ്നം സമീപിച്ചാറെ വിശിഷ്ട ഗണസമ്പന്നനായ വസിഷ്ഠ ഭഗവാൻ ശിഷ്യന്മാരാൽ ചൂഴപ്പെട്ടവനായും വൈദിക കർമ്മങ്ങൾക്ക് വേണ്ടതായ സാധനങ്ങളെ ഒരുമിച്ച് എടുപ്പിച്ചുകൊണ്ട് തളിച്ചു മെഴുകി നന്നാക്കപ്പെട്ട വീഥികളോട് കൂടിയതും വിശേഷപ്പെട്ട കൊടിക്കൂറകൾ കെട്ടപ്പെട്ടതും പല പല പുഷ്പങ്ങൾ വിതറപ്പെട്ട് നിറഞ്ഞിരിക്കുന്നതും പല പല പൂമാല കൊണ്ടുള്ള തോരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതും ഉത്സാഹത്തോടു കൂടിയ ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതും വിശേഷപ്പെട്ട സാധനങ്ങൾ നിറഞ്ഞവയായ വ്യാപാരശാലകളാൽ ഉപശോഭിക്കുന്നതും വാദ്യഘോഷം മുതലായ ഉത്സവാഡംബരങ്ങളെ കൊണ്ട് നിറയപ്പെട്ട് വിളങ്ങുന്നതും ശ്രീരാമനെക്കുറിച്ച് എങ്ങും ഭക്തിയുള്ളവരാൽ നിറയപ്പെട്ടതും ചന്ദനം അകിൽ മുതലായ ധൂപക്കൂട്ടുകളാൽ ധൂപിക്കപ്പെട്ട് നന്മണം വീശുന്നതും ഇന്ദ്രപുരിക്ക് തുല്യമായുള്ളതുമായ ആ പട്ടണത്തിൽ കൂടി കടന്നു ചെന്ന് ഉത്തമമായ അരമനയിൽ പ്രവേശിച്ചു. ഉത്കൃഷ്ടമായി ശോഭിക്കുന്ന പട്ടാഭിഷേക മണ്ഡപ സ്ഥലത്തെ നഗരജനങ്ങളും നാട്ടിൻപുറവാസികളും നിറഞ്ഞു വിളങ്ങുന്നതായും പല പല ബ്രഹ്മക്ഷത്ര വൈശ്യഗോഷ്ഠികളെ കൊണ്ട് വിലസുന്നതായും വൈദിക കൃത്യങ്ങളെ നടത്തുവാൻ വന്നവരായ വേദജ്ഞന്മാരായ ബ്രാഹ്മണരാലും സദസ്സിൽ പ്രവേശിക്കുന്നതിന് സ്വാതന്ത്ര്യമുള്ളവരായ ബ്രാഹ്മണോത്തമന്മാരാലും നല്ലപോലെ നിറയപ്പെട്ടതായും ദീക്ഷിതരായ യോഗ്യന്മാരോടും കൂടി വിളങ്ങുന്നതായും കണ്ടു. അത്യന്തം സന്തുഷ്ടി പൂണ്ടിരുന്നവനും മുനിശ്രേഷ്ഠനുമായ വസിഷ്ഠ ഭഗവാൻ ആ ജനസമൂഹത്തെ പ്രാപിച്ച് ഉള്ളിൽ പ്രവേശിച്ചു. ആ അഭിഷേക മണ്ഡപ സ്ഥലത്തിൽ എത്തി. അദ്ദേഹം ആ സമയം എതിരിൽ പോയിക്കൊണ്ടിരുന്ന വഴിയിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നവനും മഹാരാജാവിന് നന്മയെ മാത്രം ചെയ്യുന്നവനുമായ മന്ത്രിയും സാരഥിയുമായ സ്വതന്ത്രനെന്ന അദ്ദേഹത്തെ കണ്ടു. തമുവാച മഹാതേജാ സൂതപുത്രം വിശാരദം വസിഷ്ഠ ക്ഷിപ്രമാചക്ഷ്വ നൃപതേർമാമിഹാഗതം ഇമേ ഗംഗോദകഘടാ സമുദ്രേഭ്യശ്ച കാഞ്ചനാം ഔദുംബരം ഭദ്രപീഠമഭിഷേകാർത്ഥമാഹൃതം സർവബീജാനി ഗന്ധാശ്ച രത്നാനി വിവിധാനി ച ക്ഷൗദ്രം ദധികൃതം ലാജാദർഭാസു മനസപ്പയ അഷ്ടൗ ച കന്യാരുചിരാമത്തശ്ച വരവാരണ ചതുരശോരഥ ശ്രീമാൻ നിസ്ത്രിംശോ ധനുരുത്തമം വാഹനം നരസംയുക്തം ഛത്രം ച ശശിസന്നിഭം ശ്വേതേ ച വാലവ്യജനേ ഭൃംഗാരശ്ച ഹിരൺമയ ഹേമദാമപിനദ്ധശ്ച കകുത്മാൻ പാണ്ഡുരോ വൃഷ കേസരീ ച ചതുർദംഷ്ട്രോ ഹരിശ്രേഷ്ഠോ മഹാബല
സിംഹാസനം വ്യാഘ്രതനു സമിദ്ധശ്ച ഉദാശന സർവവാദിത്ര സംഘാശ്ച വേശ്യാശ്ച അലങ്കൃതാശ്രിയ ആചാര്യ ബ്രാഹ്മണാ ഗാവ പുണ്യാശ്ച മൃഗപക്ഷിണ പൗരജാനപദശ്രേഷ്ഠാനൈകമാശ്ച ഗണൈः സഹ ഏതേ ചാന്യേ ച ബഹവ പ്രീയമാണാ പ്രിയം വദാഭിഷേകായ രാമസ്യ സഹ തിഷ്ഠന്തി പാർത്ഥിവൈः. മഹാതേജസ്വിയായ വസിഷ്ഠ മഹർഷി ലോകപ്രസിദ്ധനും നൃപസാരഥിയായിരുന്നവൻ്റെ പുത്രനുമായ അദ്ദേഹത്തോടായി ഇപ്രകാരം ആജ്ഞാപിച്ചു. അത്തികൊണ്ടുണ്ടാക്കിയതായ ശുഭാസനവും സ്വർണ്ണനിർമ്മിതങ്ങളായവയും സമുദ്രങ്ങളിൽ നിന്നും ഗംഗാജലം മുതലായ പുണ്യതീർത്ഥങ്ങൾ നിറച്ചതായ കുടങ്ങളും എല്ലാ നവധാന്യങ്ങളും വാസനദ്രവ്യങ്ങളും പല വകയായ രത്നങ്ങളും തേനും തൈരും നെയ്യും പൊരികളും ദർഭകളും പുഷ്പങ്ങളും പാലും സുന്ദരിമാരായ 8 കന്യകമാരും അഭിഷേകത്തിന് ശേഷം നഗരപ്രവേശ സമയത്തിൽ ആരോഹണം ചെയ്യുവാനുള്ള അത്യുത്സാഹത്തോടു കൂടിയ സർവലക്ഷണ സമ്പന്നമായ ഗജവും 4 കുതിരകൾ പൂട്ടിക്കെട്ടിയ രഥവും ഖഡ്ഗവും ഉത്തമമായ കോദണ്ഡവും ആളുകൾ വഹിച്ചുകൊണ്ടു പോകുന്നതായ പല്ലക്കും ചന്ദ്രസമാനമായ വെൺകൊറ്റക്കുടിയും വെളുവെളുത്ത 2 ചാമരങ്ങളും സ്വർണ്ണമയമായ അർഘ്യപാത്രവും സ്വർണ്ണമാലകളാൽ അലങ്കരിക്കപ്പെട്ടതും വലുതായ പൂഞ്ഞിയുള്ളതും വെളുവെളുത്തതുമായ വൃഷഭവും വളരെ ശക്തിയുള്ളതും 4 തേറ്റകളുള്ളതുമായ സിംഹവും നഗരപ്രവേശ സമയത്തിൽ മുമ്പിൽ എഴുന്നള്ളിപ്പാനുള്ള മനോഹരമായ തുരകവും പുലിത്തോലും സിംഹാസനവും മാനും പക്ഷികളും ശോഭനങ്ങളായ പശുക്കളും സർവ്വവിധ മംഗളവാദ്യങ്ങളും ഇവയെല്ലാം പട്ടാഭിഷേകത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നുവെന്നും മനോഹരങ്ങളായ വാരസ്ത്രീകളും ആചാര്യന്മാരും ഈ ബ്രാഹ്മണരും വർത്തകന്മാരും നഗരപ്രമാണികളും ദേശപ്രമാണികളും പ്രീതിയോടു കൂടിയവരായി യോഗ്യതയെ പുകഴ്ത്തുന്നവരായി ഇവരും പരിജനങ്ങളോട് കൂടിയവരും രാജാക്കന്മാരോട് കൂടിയവരും ആയ മറ്റ് പലരും ശ്രീരാമൻ്റെ പട്ടാഭിഷേകത്തിനായി കാത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഞാൻ വന്നിരിക്കുന്ന വിവരത്തെയും ഹോമാഗ്നി ഉജ്ജ്വലിപ്പിച്ച് തയ്യാറാക്കപ്പെട്ടതിനെയും മഹാരാജാവിനോട് കാലതാമസമില്ലാതെ അറിയിക്കുക. ത്വരയസ്വ മഹാരാജം യഥാ സമുദിതേഹനി പുണ്യേ നക്ഷത്രയോഗേ ച രാമോ രാജ്യമവാപ്നുയാത് ഇതി തസ്യ വചഃ ശ്രുത്വാ സൂതപുത്രോ മഹാത്മന സ്തുവൻ നൃപതി ശാർദൂലം പ്രവിവേശ നിവേശനം തം തു പൂർവോദിതം വൃദ്ധം ദ്വാരസ്ഥാരാജസമ്മതം ന ശേഖുര അഭിസംരോധ്യം രാജ്ഞ പ്രിയചികീർഷവ സ സമീപസ്ഥിതോ രാജ്ഞസ്താമവസ്ഥാമജഞ്ജിവാൻ വാഗ്ഭി പരമസുഷ്ടാഭിരഭിഷ്ടോതും പ്രചക്രമേ തതസൂതോ യഥാകാലം പാർത്ഥിവസ്യ നിവേശനേ സുമന്ത്ര പ്രാഞ്ജലിർഭൂത്വാ തുഷ്ടാവ ജഗദീപതിം യഥ നന്ദതി തേജസ്വീ സാഗരോ ഭാസ്കരോദയേ പ്രീതപ്രീതേന മനസാ തഥാനന്ദഘന സ്വത ഇന്ദ്രമസ്യാം തു വേലായാമപി തുഷ്ടാവമാദലി സോജയദ്ദാനവാൻ സർവാംസ്തഥാ ത്വാം ബോധയാമ്യഹം വേദാസഹാംഗവിദ്യാശ്ച യഥാ ഹ്യാത്മഭുവം പ്രഭും ബ്രഹ്മാണം ബോധയന്ത്യദ്യ തഥാ ത്വാം ബോധയാമ്യഹം. നോക്കി തീർച്ചയാക്കിയിരിക്കുന്നതായ ശുഭനക്ഷത്രത്തോടു കൂടിയ ശുഭമുഹൂർത്തത്തിൽ ശ്രീരാമൻ രാജ്യത്തെ പ്രാപിക്കണമെന്നുള്ളതിനാൽ മഹാരാജാവിനെ വേഗത്തിൽ പുറപ്പെടുവിക്കുക. ആ മഹാത്മാവായ വസിഷ്ഠ മഹർഷിയുടെ മേൽപ്രകാരമുള്ള ആജ്ഞ കേട്ട് സുമന്ത്രൻ നൃപതിശ്രേഷ്ഠനെ പുകഴ്ത്തിക്കൊണ്ട് അരമനയിൽ പ്രവേശിച്ചു. മഹാരാജാവിൻ്റെ കൽപ്പനപ്രകാരം നടക്കുന്നവരായ ദ്വാരപാലകന്മാർ യോഗ്യനും മഹാരാജാവിൻ്റെ സ്നേഹപാത്രവും മുൻകൂട്ടി സമ്മതം ചോദിക്കാതെ തന്നെ അകത്ത് പ്രവേശിപ്പാൻ അനുമതി ഉണ്ടായിരുന്നവനുമായ അദ്ദേഹത്തെ ആ സമയം തടയുവാൻ അധികാരമില്ലാത്തവരായി പ്രവർത്തിച്ചു. രാജാവിൻ്റെ ആ ദയനീയ സ്ഥിതിയെ അറിയാതിരുന്നവനായ അദ്ദേഹം അടുത്തു നിന്നുകൊണ്ട് ശ്രോത്രാനന്ദകരങ്ങളായ പതിവുള്ള സ്തുതിവാക്യങ്ങളെ കൊണ്ട് സ്തോത്രം ചെയ്യുവാൻ സമയം കാത്തുനിന്നു. അപ്പോൾ സാരഥിയായ സുമന്ത്രർ മഹാരാജാവിൻ്റെ സന്നിധാനത്തിൽ കൈകൾ കൂപ്പിക്കൊണ്ട് തക്ക സമയത്തിൽ മഹാരാജാവിനെ ഇപ്രകാരം സ്തോത്രം ചെയ്തു. തേജസ്വിയായ സമുദ്രം പൂർണ്ണചന്ദ്രൻ ഉദയമാകുമ്പോൾ എപ്രകാരം വർദ്ധിച്ചാനന്ദിക്കുന്നുവോ അപ്രകാരം സംതൃപ്തി പൂണ്ട മനസ്സോടുകൂടി സ്വയം സന്തുഷ്ടനായി ആനന്ദപരിപൂർണനായി നിന്തിരുവടി വിലസുന്നു. ഈ സമയത്തിൽ തന്നെ ഇന്ദ്രസാരഥിയായ മാതലി ദേവേന്ദ്രനെ സ്തോത്രം ചെയ്തു. അദ്ദേഹം അസുരന്മാർ എല്ലാവരെയും ജയിച്ചു. അപ്രകാരം തന്നെ നിന്തിരുവടിയെ അടിയൻ സ്തോത്രം ചെയ്ത് പള്ളിക്കുറപ്പുണർത്തുന്നു.
വേദാംഗങ്ങൾ അടങ്ങിയതായ വേദങ്ങൾ സ്വയംഭൂവും പ്രഭുവുമായ ബ്രഹ്മദേവനെ പള്ളിയുണർത്തുന്നു. അപ്രകാരം തന്നെ ഇപ്പോൾ നിന്തിരുവടിയെ ഞാൻ സ്തോത്രം ചെയ്ത് ഉണർത്തുന്നു. ആദിത്യ സഹചന്ദ്രേണ യഥാ ഭൂതധരാം ശുഭാം ബോധയത്യദ്യ പൃഥിവീം തഥാ ത്വാം ബോധയാമ്യഹം. ഉത്തിഷ്ഠാശു മഹാരാജ കൃതകൗതുകമംഗള വിരാജമാനോ വപുഷാ മയൂരോരിവ ദിവാകരാ. സോമസൂര്യൗ ച കാകുസ്ത ശിവവൈശ്രവണാവപി വരുണശ്ചാഗ്നിരിന്ദ്രശ്ച വിജയം പ്രതിശന്തു തേ. യഥാ ഭഗവതീ രാത്രിരഹ ശിവമുപസ്ഥിതം പ്രതിബുദ്ധ്യസ്വരാജർഷേ കുരു കാര്യമനന്തരം. ഉപതിഷ്ഠതി രാമസ്യ സമഗ്രമഭിഷേചനം പൗരജാനപദൈശ്ചാഭിനൈകമൈശ്ച കൃതാൽമഭിः. അയം വസിഷ്ഠോ ഭഗവാൻ ബ്രാഹ്മണൈः സഹ തിഷ്ഠതി ക്ഷിപ്രമാജ്ഞാപ്യതാം രാജൻ രാഘവസ്യാഭിഷേചനം. യഥാ ഹ്യപാലാ പശവോ യഥാ സേനാഹ്യനായകാ യഥാ ചന്ദ്രം വിനാ രാത്രിരഥാ ഗാവോ വിനാ വൃഷം. ഏവം ഹി ഭവതാ രാഷ്ട്രം യത്ര രാജാ ന ദൃശ്യതേ. ഇതി തസ്യ വചഃ ശ്രുത്വാ സാന്ത്വപൂർവമിവാർത്ഥവദ് അഭ്യഗീര്യത ശോകേന ഭൂയ ഏവ മഹീപതി. തതഃ സ രാജാ തം സൂതം സന്നഹർഷസുതം പ്രതി ശോകരക്തേക്ഷണ ശ്രീമാനുദ്ദിക്ഷോ വാചധാർമ്മിക. ചന്ദ്രനോടും കൂടി ആദിത്യൻ പ്രാണിജാലം നിറഞ്ഞതായ ശുഭമായ ഭൂമിയെ ഇപ്പോൾ ഉണർത്തുന്നു. അപ്രകാരം തന്നെ നിന്തിരുവടിയെ അടിയൻ പള്ളിയുറക്കൊണരുവാൻ പ്രാർത്ഥിക്കുന്നു. മഹാരാജാവെ, വിരവോടെ ഉണർന്നാലും മഹോത്സവത്തിനായി തക്ര വസ്ത്രാലങ്കാരാദി അണിഞ്ഞവനായി ദേഹകാന്തിയാൽ മേരുപർവ്വതത്തിലുള്ള ആദിത്യൻ എന്ന പോലെ തേജസ്സാർന്ന് വിലസിയാലും. ഹേ കാകുസ്ത, ചന്ദ്രസൂര്യന്മാരും പരമശിവനും കുബേരനും വരുണഭഗവാനും അഗ്നിഭഗവാനും ദേവേന്ദ്രനും നിന്തിരുവടിക്ക് വിജയം നൽകുമാറാകട്ടെ. രാത്രി ഭാഗ്യത്തോടു കൂടിയതായി കഴിഞ്ഞു. ശുഭമുഹൂർത്ത ദിവസം ഉദിച്ചു കഴിഞ്ഞു. രാജർഷി വര്യ, പള്ളി ഉണരുക. മേൽ ചെയ്യേണ്ടതായ കൃത്യത്തെ ചെയ്താലും. നഗരജനങ്ങളോടും നാട്ടുകാരോടും പുണ്യാത്മാക്കളായ വേദജ്ഞന്മാരോടും കൂടി ശ്രീരാമദേവൻ്റെ പട്ടാഭിഷേകത്തിന് വേണ്ടതായ സർവവും തയ്യാറായിരിക്കുന്നു. വസിഷ്ഠ ഭഗവാൻ ബ്രാഹ്മണരോടുകൂടി ഇതാ എഴുന്നള്ളിയിരിക്കുന്നു. മഹാരാജാവെ, ശ്രീരാമൻ്റെ പട്ടാഭിഷേകം ഇപ്പോൾ തന്നെ ആജ്ഞാപിക്കപ്പെടട്ടെ. രാജാവൊരുവൻ ഇല്ലാതിരിക്കുന്നത് എങ്ങോ അപ്രകാരമുള്ള രാജ്യമാകട്ടെ ഇടയനില്ലാത്ത കന്നുകാലികൾ പോലെയും നായകനില്ലാത്ത സൈന്യം പോലെയും ചന്ദ്രനില്ലാത്ത രാത്രി പോലെയും വൃഷഭമില്ലാത്ത പശുക്കൾ പോലെയും ആയിത്തീരും നിശ്ചയം. ശ്രോത്രാനന്ദകരവും ജയാശംസകവുമായ മേൽപ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ സ്തുതിവാക്യത്തെ ചെവിക്കൊണ്ട് മഹാരാജാവ് മുമ്പേതിലും അധികമായി ദുഃഖം മൂലം ചിതറി. ധർമ്മിഷ്ഠനെന്നു ത്രിലോകപ്രസിദ്ധനായ ആ രാജാവ് പുത്രനെക്കുറിച്ച് മനസ്സിലോർത്ത് ശോകത്താൽ ചുവന്ന നേത്രങ്ങളോട് കൂടിയവനായി ജീവിതേച്ഛയെ ത്യജിച്ചവനായി ആ സാരഥിയോടായി ആ സമയപ്രകാരം ഒരു വാക്ക് മാത്രം അരുളി ചെയ്തു. വാക്യസ്തു ഖലു മർമാണി മമ ഭൂയോ നികൃന്ദസി സുമന്ത്രകരുണം ശ്രുത്വാ ദൃഷ്ട്വാ ദീനം ച പാർത്ഥിവം പ്രഗ്രഹീതാഞ്ജലി കിഞ്ചിത് തസ്മാദേശാദവാക്രമത്. യഥാ വക്തും സ്വയം ദൈന്യാന ശശാകമഹീപതി തഥാ സുമന്ത്രം മന്ത്രജ്ഞാ കൈകേയീ പ്രത്യുവാചഃ. സുമന്ത്രരാജാരജനീം രാമഹർഷസമുത്സുക പ്രജാഗരപരിശ്രാന്തോ നിദ്രായാവശമേയിവാൻ. തദ്ഗച്ഛത്വരിതം സൂതരാജപുത്രം യശസ്വിനം രാമമാനയ ഭദ്രം തേനാത്ര കാര്യാവിചാരണ. സമന്യമാന കല്യാണം ഹൃദയേന നനന്ദ ച നിർജഗാമ ച സംപ്രീത്യ ത്വരിതോ രാജശാസനാത്. സുമന്ത്രശ്ചിന്തയാമാസ ത്വരിതം ചോദിതസ്തയാ വ്യക്തം രാമാഭിഷേകാർത്ഥമിഹായാസ്യതി ധർമ്മഭാഗ്. ഇതി സൂതോ മതിം കൃത്വാ ഹർഷേണ മഹദാവൃത നിർജഗാമ മഹാബാഹു രാഘവസ്യ ദിദൃക്ഷയാ. സാഗരഹൃദസങ്കാശാസു മന്ത്രോന്തപുരാശ്ചുപാത് നിഷ്ക്രമ്യ ജനസംബാധം ദദർശദ്വാരമഗ്രത. തദപുരസ്താത് സഹസാ വിനിസ്തൃതോ മഹീപതീൻ ദ്വാരഗതാൻ വിലോകയൻ ദദർശ പൗരാൻ വിവിധാൻ മഹാധനാനുപസ്ഥിതാൻ ദ്വാരമുപേത്യ നിഷ്ഠിതാൻ.
ഇപ്പോഴാകട്ടെ എൻ്റെ മർമ്മങ്ങളെയെല്ലാം സ്തുതികളാൽ എത്രയോ അധികമായി അങ്ങ് പിളർക്കുകയാണ് ചെയ്യുന്നത്. സുമന്ത്രർ ദുഃഖകരമായ ആ വാക്കുകേട്ട് പിന്നെ മഹാരാജാവിനെ വ്യാകുലനായിരിക്കുന്നതായും കണ്ട് തൊഴുകൈ വിട്ട് ആ സ്ഥലത്ത് നിന്നും അല്പം ഒതുങ്ങി നിന്നു. മഹാരാജാവ് ദുഃഖാധിക്യത്താൽ തന്നെത്താൻ ഒന്നും പറവാൻ ശക്തനായില്ല. എന്തൊരു കഷ്ടം! മനോഭാവത്തെ അറിഞ്ഞവളായ കൈകേയി അക്കാരണത്താൽ ആ സമയം സുമന്ത്രരോടായി ഇപ്രകാരം ആജ്ഞാപിച്ചു: സുമന്ത്രരെ, മഹാരാജാവ് രാത്രി മുഴുവനും ശ്രീരാമനിലുള്ള സ്നേഹത്താൽ ചിന്താകുലനായി ഉറക്കമൊട്ടുമില്ലാതെ ക്ഷീണിച്ചവനായി ആലസ്യത്തിന് വശപ്പെട്ട ബോധഹീനത പൂണ്ടിരിക്കുന്നു. സൂത, ആകയാൽ കീർത്തിശാലിയും രാജകുമാരനുമായ ശ്രീരാമനെ ഉടനെ തന്നെ കൂട്ടിക്കൊണ്ടുവരിക. ഇക്കാര്യത്തിൽ ഒന്നും ആലോചന ചെയ്യേണ്ടതില്ല. അങ്ങേക്ക് നല്ലത് വരട്ടെ, പോയി വരിക. അദ്ദേഹം രാജകൽപ്പന തന്നെയെന്നുള്ള വിചാരത്താലും നല്ല കാര്യം തന്നെയെന്ന് വിചാരിച്ചിട്ടും സന്തോഷിച്ചു. അക്കാരണമായി പരിപൂർണ ഭക്തിയോട് കൂടിയവനായി താമസിയാതെ അവിടെ നിന്നും പുറപ്പെട്ടു. ആ കൈകേയിയാൽ ആജ്ഞാപിക്കപ്പെട്ടവനായ സുമന്ത്രർ ധർമ്മനിഷ്ഠനായ ശ്രീരാമൻ തീർച്ചയാക്കപ്പെട്ടതായ ശ്രീരാമ പട്ടാഭിഷേകത്തിനായി ഇവിടെ ഇപ്പോൾ തന്നെ എഴുന്നള്ളും എന്ന് വിചാരിച്ചു. മഹാബാഹുവായ സാരഥി ഇപ്രകാരം കരുതിയിട്ട് ശ്രീരാഘവന്റെ സന്ദർശനാർത്ഥം വർദ്ധിച്ച ഉത്സാഹത്തോടു കൂടിയവനായി പുറത്തു കടന്നു വന്നു. സുമന്ത്രർ സമുദ്രത്തിൽ വേറിട്ടു നിൽക്കുന്ന ജലാശയം പോലെയുള്ള മനോഹരമായ അന്തഃപുരത്തിൽ നിന്നും പുറത്തു വന്ന് വഴിയിൽ അദ്ദേഹത്തിനു മുന്നിൽ ജനസമൂഹം ഇടതിങ്ങി നിരന്നു നിൽക്കുന്നതായി കണ്ടു. പുറത്തു വന്ന അദ്ദേഹം മഹാധനികന്മാരും മഹാകീർത്തിമാന്മാരും ആയ രാജാക്കന്മാരെ ആദ്യം അരമനമുറ്റത്തിൽ നിൽക്കുന്നവരായി മന്ദസ്മിതപൂർവ്വം അവലോകനം ചെയ്തു. അതിൽ പിന്നെ നടന്നുകൊണ്ട് തന്നെ വഴിയിൽ ഭക്തിയോടു കൂടിയവരായും പല പൗരജനങ്ങളെയും മുമ്പാകെ കണ്ടു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകി ആദികാവ്യേ അയോധ്യാകാണ്ഡേ ചതുർദശ സർഗ 14 സർഗം സമാപ്തം. നമസ്തേ.